അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒട്ടും ഫ്ലോപ്പായി പോവാത്ത നല്ലൊരു സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്. ഇതുപോലെ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരു ലൈക്കും കൂടി ചെയ്യട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഞാനിത് 2.5 മണിക്കൂറാണ് പച്ചരി കുതിർത്തിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് 2.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പച്ചരി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പോയി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പച്ചരി കുതിർത്ത് വെച്ചപ്പോൾ. ഒരു 11 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് അരക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുക. നല്ല മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണ് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. നമുക്കിത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ അരക്കുമ്പോൾ അതിൽ ചോറും അരി ഒന്നും ഇടരുത് കേട്ടോ. വെറുതെ അരി മാത്രം അരക്കുക, നല്ല തിക്ക് പേസ്റ്റായിട്ട്. അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂണ് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏതാണോ അളവ് പാത്രം എടുക്കുന്നത് ആ പാത്രത്തിന് 3/4 കപ്പ് വെള്ളം നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറുകി അടിയൊക്കെ ഉണ്ട് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും, ഒരുപാട് താമസമൊന്നുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ പെട്ടെന്ന് തിക്കായി വന്നു. അപ്പോൾ ഞാൻ ആ സ്പാച്ചിലായിട്ട് ഇളക്കി കൊടുക്കാനും കഴിയാത്തതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തതാണ് ഇട്ട് ഇളക്കാൻ. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി പോകുന്ന ഒരു സംഭവം കേട്ടോ. ഇത്രയും ആയി കിട്ടിയാൽ മതി. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം തണുക്കാൻ നിന്നിട്ടില്ല, കുറച്ച് തണുക്കാനേ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി മാവ് ഒരു പാത്രത്തേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പകുതിയിലേക്ക് ഒരു മുറി തേങ്ങേൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരു 1/2 കപ്പ് ചോറും കൂടി എടുത്തിട്ടുണ്ട്. ഈ ചോറ് നമുക്ക് ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ. നമ്മൾ മട്ടയരിൻ്റെ ചോറോ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാനൊരു 3/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് നോക്കി, അപ്പോൾ പാകമല്ല. അപ്പോൾ 1/4 കപ്പും കൂടി ഒഴിച്ചെടുത്തിട്ട് അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അവിടെ ബാക്കി വെച്ചിരുന്ന മാവും കൂടി ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ കപ്പി കാച്ചിന്ന മാവ് എടുത്തുകാണ്ട് ഇതിൻ്റെ കൂടെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് അരച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പഞ്ചസാര പൊന്തി വന്ന് രാവിലെയാണ് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുള്ളൂ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലേ അതിൻ്റെ പാലപ്പത്തിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കപ്പി കാച്ചിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ചൂട് ആറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല മിക്സിൻ്റെ ജാറ് മേലേക്ക് പൊന്തി പോകില്ല എന്നൊക്കെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നേരിയ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലതുണ്ട് നമ്മൾ നേരിയ ചൂടോട് കൂടിയിട്ടുണ്ടെങ്കിൽ മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ ആ മേലത്തെ മൂടി അങ്ങോട്ട് പൊന്തി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റ് ഒരുപാടൊന്നും ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, ഒരു ജാതി ഒരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഈസ്റ്റ് ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാലപ്പത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. വേറൊരു സൈസ് ഒരു ടേസ്റ്റ് ആയിക്കാരം നമ്മളെ പാലപ്പത്തേക്ക് വരില്ല. അപ്പോൾ ഇതിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നുള്ള് നമ്മളതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈയായിട്ട് ഇങ്ങനെ 2 നുള്ളി ഇട്ട് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്പൂണിൻ്റെ തലക്കലൊരിത്തിരി ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ആക്റ്റീവ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ വലിയ ബോളായിട്ടുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ചുടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് തുറക്കുന്നത്. അപ്പോൾ ഇതാ മാവൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് മൂടി വെക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ ഒരു അരഭാഗത്തോളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മുഴുവനുമായിട്ട് നല്ല പതഞ്ഞ് പൊന്തിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ട് ഒരുപാട് ആവുമൊന്നുമില്ല കേട്ടോ. അതൊരു കറക്റ്റ് പാകമായിക്കാരം. അപ്പോൾ ഇതാ ഞാൻ
അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അപ്പച്ചട്ടി കുറേ പഴക്കമുള്ള അപ്പച്ചട്ടിയാണ്. അപ്പോൾ അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി കിട്ടും. എന്നാലും ഇതിൽ അപ്പം ചുട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ മാറ്റി കൊടുക്കേണ്ടൊക്കെ ഒരു താമസം ആയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇത് നമ്മളെ ഉപകാരം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ മാറ്റി കൊടുക്കണം ഇമ്മക്കണ്ട് ചിന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പാലപ്പത്തിന് ഒഴിച്ചെടുക്കുമ്പോണ്ടല്ലേ ഈ മേലത്തെ പത വേണം കോരിയിട്ട് ഒഴിച്ചെടുക്കണം. അടിയിൽ നിന്ന് ഇങ്ങോട്ട് വാരി കോരിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കരുത്, ഒരിക്കലും നന്നാവില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കട്ടിമാതിരി ആയിട്ടുള്ള പാലപ്പാണ് ആയി വരൽ. ഇതേപോലെ ആ മേൽഭാഗത്തത് ആ പത മാത്രം ഇങ്ങനെ കോരി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടും കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക്, നല്ല നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒരു തുള്ളി പോലെ എണ്ണ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ട, പിന്നെ തൂവി കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. നമുക്കിതിങ്ങനെ മറിച്ചെടുക്കും, നമ്മൾ കയ്യേറ്റം ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി എണ്ണ തൂവി കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് ചീനച്ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കട്ടോ, നല്ല ഇതിൽ തന്നെ കിട്ടും. ഇത് നമ്മൾ വെക്കുന്നിടത്തോളം നല്ല സോഫ്റ്റായിട്ടും കുഴഞ്ഞ് വരും കേട്ടോ. എനിക്ക് ഇങ്ങനെ കഴിക്കണക്കാട്ടി ഇഷ്ടം, ഇതിനെക്കാട്ടി ഒന്നും കൂടി ക്രിസ്പി ആക്കിയിട്ട് ആ വക്കൊക്കെ ഒന്ന് മൊരിഞ്ഞ മാതിരി ആക്കിയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ 2 സൈസിലും ചുട്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പിന്നെ മൊരിഞ്ഞ മാതിരി അല്ലാതെയാണ്, സാധാ മാതിരി നല്ല വെള്ള കളറിലാണ് ഇപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 മാതിരി ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് ഈ വെള്ളപ്പത്തിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഉള്ളിലധികം കനം കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ കനം കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. നമുക്ക് കുറച്ച് മാവ് അവിടെ നടുക്കിൽ നിർത്തി കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു പാകത്തിൽ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നല്ല ഗോൾഡൻ കളറായി വന്നിട്ട് അരികൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ട് ഇത് ചൂടോടെ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നേരിയൊരു മധുരമൊക്കെ ആയിട്ട് ആ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ വരില്ല കേട്ടോ. നല്ല പാലപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിട്ടാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു കളറിലും കൂടി ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ചെറുപയർ കറിയും ഈ പാലപ്പവും കൂടി. മുട്ട റോസ്റ്റും പാലപ്പവും നല്ല കോമ്പിനേഷനാണ്. അതേമാതിരി ചിക്കൻ കറിയും പാലപ്പവും നല്ല കോമ്പിനേഷനാണ്. ബീഫ് വരട്ടിയതും പാലപ്പവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകും കേട്ടോ. ഇവിടെ ഇതിപ്പോൾ 6 മണിക്കാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ആരും ഉണർന്നിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു ചായ കുടി ഞാൻ ഈ ടൈമിൽ കുടിക്കട്ടെ. പിന്നെ ഞാൻ ഒരു 10 മണിക്ക് അതിൻ്റെ ശേഷം ഈ ചായ കുടിക്കുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പാലപ്പവും ചെറുപയർ കറിയും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 100% ഉറപ്പിച്ച് പറയും, ഇതൊട്ടും ഫ്ലോപ്പ് ആവാത്ത നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. കൂട്ടുകാർക്ക് പുതിയ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്, ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഇടുന്ന ടൈമിന് എന്തെങ്കിലും വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ അതും കൂടി പറയാൻ മറക്കരുതേ.